ആദ്യത്തെ ട്രാവലിംഗ് വ്ളോഗാണിത്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേസായ മൂന്നാറിലേക്കാണ് കേട്ടോ. മൂന്നാറിലേക്ക് പോകുന്ന വഴി തന്നെ നേര്യമംഗലം വെള്ളച്ചാട്ടം കൊണ്ടു നമ്മളെല്ലാവരും അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. തലേന്ന് രാത്രി സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പായതുകൊണ്ട് തന്നെ രാവിലെ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സൈഡ് ഒതുക്കി പല്ലൊക്കെ തേച്ചു മുഖം കഴുകി. നമ്മൾ എവിടെ യാത്ര ചെയ്താലും സജൻ ചേട്ടൻ ക്യാനും വെള്ളം കൊണ്ടുവരാൻ മറക്കൂല. ഇപ്രാവശ്യം അതുപോലെ തന്നെ കൊണ്ടുവന്നു. നമുക്കത് വളരെയധികം യൂസ്ഫുള്ളാണ് ക്യാനും വെള്ളവും. ഇപ്രാവശ്യം നമ്മൾ ഒട്ടും തന്നെ അത് വേസ്റ്റ് ആക്കാതെ മുഴുവനായിട്ട് അങ്ങ് ഊറ്റിയെടുത്തു. പിന്നെ ഈ ബാക്കി കാണുന്ന അലങ്കോലമായിട്ടുള്ള കലാപരിപാടികൾ നമ്മളെ ഫ്രഷപ്പിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇതിനിടയ്ക്ക് തന്നെ നമ്മളൊരു കുഞ്ഞു കിളിയെ കണ്ട് കാണാൻ നല്ല രസമുണ്ട്. നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ റെഡിയായി 4 പേരും കാറിൽ കയറി നല്ലൊരു ഹോട്ടൽ നോക്കി പോവുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ലാത്തൊരു നല്ലൊരു ഹോട്ടൽ കിട്ടി. നമ്മൾ പ്രതീക്ഷിച്ചതിനേയും കാട്ടി വളരെ ഹൈജീനിക്കായിട്ടുള്ള ഹോട്ടലാണത്. ആഹാരത്തിനോട് ഒട്ടും തന്നെ ആക്രാന്തമില്ലാത്തതുകൊണ്ട് 4 പേരും പെട്ടെന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ തന്നെ നമ്മളൊരു സെൽഫി വീഡിയോ അങ്ങ് പാസ്സാക്കി. അതുപോലെ തന്നെ പാത്രവും കാര്യമാക്കി. ഫുഡ് കഴിച്ച എനർജിയിൽ നമ്മുടെ ബാക്കി ട്രിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൂന്നാറിലേക്ക് പോവുകയാണ്. വലിയ തിരക്കൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്. പക്ഷേ പോകുന്ന വഴിക്ക് അധികം തിരക്കൊട്ടും തോന്നിയില്ല. പോകുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ലായിരുന്നു. നമ്മളിതൊന്നും മൈൻഡ് ചെയ്ത് നല്ല വൈബ് അടിച്ചാണ് പോയത്. പോകുന്ന വഴിക്ക് തന്നെ ഒരു അടിപൊളി നല്ലൊരു വീഡിയോ ഉണ്ടായിരുന്നു. സെറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒന്നും പറയാനില്ല, അത്ര ഭംഗിയായിരുന്നു ആ വീഡിയോ കാണാനായിട്ട്. ഒരുപാട് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു യാത്രയായിരുന്നു നമ്മുടേത്. പക്ഷെ നമ്മൾ എവിടെ പോകണമെങ്കിലും നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നമ്മുടെ ഗ്യാങ് അത്രയ്ക്കും സ്പെഷ്യലാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാങ്കുളം പഞ്ചായത്ത് വഴി വാളറ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. നഷ്ടമൊന്നുമില്ല, അടിപൊളി സ്ഥലം. ഞാൻ പള്ളി വിളിക്കേണ്ടി വരും. നല്ല പച്ചത്തേയില കണ്ടിരിക്കുന്ന സ്ഥലമാണ് അല്ലേ, അടിപൊളി നൈസ് സ്ഥലം. കൊള്ളാല്ലേ, ഫുള്ള് ഏലത്തോടെ വെട്ടി നിർത്തിയേക്കാണ് കേട്ടാ. ഏലം അല്ല, തേയില മൊത്തം നിർത്തിയിട്ടേ ചേട്ടി. അടിപൊളി. ആകാശം നോക്കിയാൽ നീല സെറ്റല്ലേ വന്നതിൽ കൊള്ളാം. നമ്മൾ മൂന്നാറിന്റെ ഈ ഒരു മുഖം കണ്ടിട്ടില്ല. അങ്ങനെ മലകളും തേയിലത്തോട്ടങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കയറി കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരു എൻട്രി ഫീസ് മേടിക്കുന്നത് 10 രൂപയാണ്. പക്ഷേ സുരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് തന്നെ താഴെ ഇറങ്ങാനോ കുളിക്കാനോ നമുക്ക് പറ്റില്ല. കാടിനുള്ളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടം ഉയർന്നു നിന്ന് കാണുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായി തോന്നുന്നത്. വെള്ളച്ചാട്ടവും പച്ചപ്പും ചേർന്ന ഈ കാഴ്ച ഫോട്ടോഗ്രാഫിക്കും മനസ്സിനും ഒരുപോലെ സന്തോഷം നൽകും. മഴക്കാലത്ത് വ്യൂ കൂടുതൽ മനോഹരമാകുമെങ്കിലും സുരക്ഷയ്ക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. പ്രകൃതി ആസ്വദിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് വാളറ വെള്ളച്ചാട്ടം വ്യൂ പോയിന്റ്. കുറച്ച് നേരത്തെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ വ്യത്യസ്തമായ വേറൊരു കാഴ്ച കണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ കാണുന്ന ബ്രിഡ്ജിൽ കൂടിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് വരേണ്ട വഴി. പിന്നെ അതിനുശേഷം നമ്മൾ ബ്രിഡ്ജിന് താഴെ പോയി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ബോൺസായി കളക്ഷനിലേക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. 3 ബോൺസായി ഉണ്ടാക്കാനായിട്ട് 3 മരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ പോയത് കല്ലാർ വാട്ടർഫാളിലാണ് പോയത്. വെള്ളം കുറവായിരുന്നെങ്കിലും പോലും നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളായിട്ടും വലിയവരായിട്ടും ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. പാറയിലേക്ക് നല്ലതുപോലെ വഴുക്കുണ്ടെങ്കിൽ പോലും വരുന്നവരെല്ലാവരും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ വെള്ളത്തിലിറങ്ങും. വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പാണ്. ഐസ് പോലെ കാല് മരവിക്കുന്ന രീതിക്കുള്ള തണുപ്പാണ്. പിന്നെ ഞാനും അവളും കൂടി ചേർന്ന് പിന്നെ എപ്പോഴും ഹാപ്പിനെസ് ആണ്, നല്ല വൈബാണ്. സമയം കുറവായത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകാനുള്ള തിരക്ക് കാരണം തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ
തേയിലപ്പാടത്തിന് നടുക്കായിട്ടൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പിലായിട്ട് തന്നെ വേറൊരു അമ്പലം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു മതസൗഹൃദം നമ്മളൊരു പഞ്ചായത്ത് ഉണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ നമ്മളവിടുന്ന് വീണ്ടും തിരിച്ചു. നമ്മളിപ്പോൾ ഏകദേശം 3 എത്താറായിട്ടുണ്ട്. നമ്മൾ ആദ്യം റൂം എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ കുഞ്ഞു കുഞ്ഞു കമ്പോളങ്ങളും കടകളൊക്കെ കണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്. ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഈ വീട് വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ റൂമൊക്കെ കണ്ടു, ബാഗൊക്കെ വെച്ചു. പിന്നെ അതിനുശേഷം ഫുഡ് കഴിക്കാണ്ട് പുറത്തോട്ട് പോയി. മൂന്നാർ ജംഗ്ഷൻ സിറ്റി, മൂന്നാർ സിറ്റി കൂടെ 4 പേരും കൂടി തേരാപ്പാര നടക്കുന്നു. ക്ലൈമറ്റ് വളരെ സൂപ്പറാണ്, ചൂടെന്നുള്ളു. പല്ലും കുത്തി താഴെ വീഴുന്ന ഞാൻ എടുക്കും. ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കട കാണാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. കടകളൊക്കെ കണ്ടുവന്നപ്പോൾ തന്നെ രാത്രിയായി. പിന്നെ രാത്രിയിലത്തേക്കുള്ള ഫുഡ് മേടിക്കണം, റൂമിൽ കൊണ്ടുപോകണം. നമ്മളങ്ങനെ ഫുഡൊക്കെ മേടിച്ചിട്ട് റൂമിലോട്ട് പോവുകയാണ്. രാത്രി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ലൈറ്റും കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ നടന്നാണ് പോയത്, കാർ എടുത്തിട്ടില്ലായിരുന്നു. റൂമിലെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. എൻ്റെ പേക്കൂത്ത് കണ്ടിട്ട് അന്തം വിട്ടിരിക്കണം എൻ്റെ ചേട്ടൻ. ഇതൊന്നും തന്നെ മൈൻഡാക്കാതെ ഫുഡിനെ മൊത്തം പ്രണയിച്ച് ഭവ്യന്ന് ചോക്ലേറ്റ് കഴിക്കുകയാണ്. എൻ്റെ ഈ പേക്കൂത്തിന് ശേഷം മറ്റൊരു പേക്കൂത്തായിരുന്നു. വേറെ ആരുടെ അല്ല, നമ്മുടെ സ്വന്തം സജിൻ ചേട്ടൻ്റെ പേക്കൂത്തായിരുന്നു. നമ്മൾ നാളെ പോകാതിരിക്കുന്ന വീഡിയോസൊക്കെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ യൂട്യൂബിൽ ഇടുന്നതാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ഫസ്റ്റ് വീഡിയോ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ കാണും. നിങ്ങളതൊക്കെ ക്ഷമിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വിജയവും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.